ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പോൾ നമ്മൾ RRB NTPC 45 ഡേയ്സ് റിവിഷൻ സീരീസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കുറച്ചധികം വീഡിയോസൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിനകത്ത് 45 ഡേയ്സ് NTPC റിവിഷൻ സീരീസ് എന്നുണ്ടാവും. അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇതുവരെ ചെയ്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും. അപ്പോൾ കാണാത്തവർ അതെല്ലാം കൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എക്സ്ക്ലൂസീവ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് എസ്പെഷ്യലി RRB SSC എക്സാം ഓറിയന്റഡ് കണ്ടന്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. നിങ്ങൾ ചാനൽ ഒന്ന് കണ്ടു നോക്കുക. കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ബയോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ്. RRB എക്സാംസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും നല്ല 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഒരു 25 ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ? സെല്ലിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയയാണ് അല്ലെ. സെല്ലിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയയാണ്. മൈറ്റോകോൺട്രിയ എനർജി ഫോം ചെയ്യുന്നത് ATPയുടെ ഫോമിലാണ്. മൈറ്റോകോൺട്രിയ എനർജി ഫോം ചെയ്യുന്നത് ATP എന്ന് പറഞ്ഞാൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. ഓക്കെ, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് ATPനെ നമ്മൾ പറയുന്നത്. അപ്പം മൈറ്റോകോൺട്രിയാണ് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെല്ലുലാർ റെസ്പിറേഷൻ വഴിയാണ് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ മൈറ്റോകോൺട്രിയനെ എന്ത് പറയുന്നത്? പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത്. ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത്. സെല്ലുലാർ റെസ്പിറേഷൻ ത്രൂ ആണ് ഈ ഒരു ATP ഫോർമേഷൻ നടത്തുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൈറ്റമിൻ ഇസ് റെസ്പോൺസിബിൾ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്? ബ്ലഡ് ക്ലോട്ടിങ്ങിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈറ്റമിൻ K ആണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ബ്ലഡിനകത്ത് വൈറ്റമിൻ K അല്ലെങ്കിൽ ശരീരത്തിൽ വൈറ്റമിൻ Kയുടെ അളവ് കുറയുമ്പോഴാണ് നമ്മുടെ ബ്ലഡ് പെട്ടെന്ന് ക്ലോട്ട് ആവാത്തത്. ഓക്കെ, ഇനി വൈറ്റമിൻ K എങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യണത് എന്ന് ചോദിച്ചാൽ വൈറ്റമിൻ K പ്രോത്രോംബിൻ സിന്തസൈസ് ചെയ്യും. പ്രോത്രോംബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പ്രോട്ടീൻ ആണ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ് പ്രോത്രോംബിൻ എന്ന് പറയുന്നത്. എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ് പ്രിവെന്റ് ചെയ്യണത് ഈ ഒരു പ്രോത്രോംബിൻ ആണ്. അപ്പൊ വൈറ്റമിൻ K സിന്തസൈസ് ചെയ്യുന്ന ആ ഒരു പ്രോട്ടീന്റെ പേര് പ്രോത്രോംബിൻ എന്നാണ്. ഈ ഒരു പ്രോത്രോംബിൻ ആണ് എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ് പ്രിവെന്റ് ചെയ്യുന്നതും ബ്ലഡ് ക്ലോട്ടിങ്ങിന് കാരണമാവുന്നതും പ്രോത്രോംബിൻ ആണ്. ഓക്കെ, അപ്പൊ പ്രോട്ടീൻ ഏതാ? ബ്ലഡ് ക്ലോട്ടിങ്ങിന് കാരണമായിട്ടുള്ള പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രോത്രോംബിൻ ആണ്. വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ K ആണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻ? വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻ B12. നമുക്ക് തന്ന ഓപ്ഷൻസിൽ B12 ആണ്. വൈറ്റമിൻ B കോംപ്ലക്സ് വൈറ്റമിൻസ് എല്ലാം എന്താണ്? വാട്ടർ സോല്യൂബിൾ ആണ്. അതിനകത്ത് വരുന്നത് B1, B2, B12 ഇങ്ങനെയുള്ള B കോംപ്ലക്സ് വൈറ്റമിൻസ് എല്ലാം എന്താണ്? വാട്ടർ സോല്യൂബിൾ ആണ്. അതുപോലെ തന്നെ വൈറ്റമിൻ സിയും എന്താണ്? വാട്ടർ സോല്യൂബിൾ ആണ്. ഓക്കെ, വൈറ്റമിൻ B കോംപ്ലക്സും വൈറ്റമിൻ സിയും വാട്ടർ സോല്യൂബിൾ ആണ്. വാട്ടർ സോല്യൂബിൾ എന്ന് പറഞ്ഞാല് അവര് വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ബോഡിയിൽ സ്റ്റോർ ചെയ്തിട്ടല്ല ഇരിക്കുന്നത്, വാട്ടറിൽ ഡിസോൾവ് ചെയ്ത രൂപത്തിലാണ് B കോംപ്ലക്സ് വൈറ്റമിൻസും വൈറ്റമിൻ സിയും ഇരിക്കുന്നത്. ഓക്കെ, ഇനി വേറെ കുറച്ച് വൈറ്റമിൻസ് നമുക്കറിയാവുന്ന ADEK ഒക്കെ ഫാറ്റ് സോല്യൂബിൾ ആണ്. ഓക്കെ, ADEK ഒക്കെ ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ B കോംപ്ലക്സ് വൈറ്റമിൻസ് എല്ലാം തന്നെ വാട്ടർ സോല്യൂബിൾ ആണ്. വൈറ്റമിൻ സിയും വാട്ടർ സോല്യൂബിൾ ആണ്. ADEK വൈറ്റമിൻസ് ഒക്കെ ഫാറ്റ് സോല്യൂബിൾ ആണ്. ഓക്കെ ആണല്ലോ അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് റെഡ് ബ്ലഡ് സെൽസ്? RBCയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ആണ്. ട്രാൻസ്പോർട്ടിംഗ് ഓക്സിജൻ. RBCയുടെ മെയിൻ ഫംഗ്ഷൻ ട്രാൻസ്പോർട്ടിംഗ് ഓക്സിജൻ ആണ്. RBCയിൽ എന്താണുള്ളത്? ഹീമോഗ്ലോബിൻ ആണ് ഉള്ളത് അല്ലെ. ഹീമോഗ്ലോബിൻ ആണ് RBCയിൽ ഉള്ളത്.
അത് ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് അതിനെ ലങ്സിൽ നിന്നും ബോഡിയുടെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ RBCയിലുള്ള ഹീമോഗ്ലോബിനും ഓക്സിജനും തമ്മിൽ ബൈൻഡ് ചെയ്തിട്ട് അതിനെ ലങ്സിൽ നിന്നും ബാക്കിയുള്ള ബോഡി പാർട്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ RBCയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ആണ്. Which organ in the human body produces insulin? Insulin produce ചെയ്യുന്ന human body pancreas ആണ്. പാൻക്രിയാസ് ആണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻസുലിൻ എന്ന് വെച്ചാൽ എന്താണ്? ഇൻസുലിൻ ഒരു ഹോർമോൺ ആണ് അല്ലെ. ഇൻസുലിൻ ഈസ് എ ഹോർമോൺ ദാറ്റ് റെഗുലേറ്റ്സ് ബ്ലഡ് ഷുഗർ ലെവൽസ്. നമ്മുടെ ബ്ലഡിലുള്ള ഷുഗർ ലെവൽസ് റെഗുലേറ്റ് ചെയ്യണത്, അതായത് ഗ്ലൂക്കോസ് അബ്സോർബ് ചെയ്തിട്ട്. ഓക്കെ, സെല്ലിനെ ഗ്ലൂക്കോസ് അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ട് അതുവഴി നമ്മുടെ ബ്ലഡിലുള്ള ഷുഗർ ലെവൽ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഒരു ഇൻസുലിൻ നമുക്ക് ഹൈ ഷുഗർ ഉള്ള ആൾക്കാർക്ക് ഇൻസുലിൻ ഹോർമോൺ ഇൻജെക്ട് ചെയ്യാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? ആ നമ്മുടെ ബ്ലഡിലുള്ള ഷുഗർ ലെവലിനെ കുറച്ചു കൊണ്ടുവന്ന് നമ്മുടെ ബോഡിയിലേക്ക് പറ്റുന്ന രീതിയിലേക്ക് ആക്കാനായിട്ടാണ് നമ്മൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് 5 ക്വസ്റ്റ്യൻസ് ഉള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ? അയഡിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നത് ഗോയിറ്റർ ആണ്. ഓക്കെ, അയഡിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന ഡിസീസ് ആണ് ഗോയിറ്റർ. ഓക്കെ, അയഡിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത് കാരണം നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിലെ എൻലാർജ്മെന്റ് ഉണ്ടാവും. എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഗ്ലാൻഡ് ഇങ്ങനെ ബൾജ് ചെയ്തിട്ട് വരും. ഓക്കെ, അതാണ് ഗോയിറ്ററിന് കാരണമാവുന്നത്. ഓക്കെ, അയോഡിൻ അപ്പം നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അയഡിനും തൈറോയിഡും തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ടെന്ന് മനസ്സിലായി. എന്താന്ന് വെച്ചാല് അയഡിൻ ആണ് തൈറോയിഡ് ഹോർമോൺസിന്റെ പ്രൊഡക്ഷന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അയഡിൻ തൈറോയിഡ് ഹോർമോൺസിന്റെ പ്രൊഡക്ഷന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു റീസൺ ആണ്. ഓക്കെ, അപ്പോൾ അയഡിൻ ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യാൻ തുടങ്ങും. അത് അവിടെ എന്ത് അസുഖത്തിന് കാരണമാവും? ഗോയിറ്ററിന് കാരണമാവും. അപ്പൊ ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? തൈറോയിഡ് ഗ്ലാൻഡിന്റെ എൻലാർജ്മെന്റ് ഉണ്ടാവുന്ന ആ ഒരു ഡിസീസിനെയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്നത്. അത് ഉണ്ടാവാനുള്ള റീസൺ അയഡിൻ ഡെഫിഷ്യൻസി ആണ്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ നോർമൽ pH ഓഫ് ഹ്യൂമൻ ബ്ലഡ്? അപ്പൊ ഇതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ എപ്പോഴും പറയും നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്, ഇതാണ് ആ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യന്റെ കൂടെ തന്നെ 2-3 കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ഇത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഈ ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയുന്നില്ല. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാവണം. ഓരോ ക്വസ്റ്റ്യനിൽ നിന്നും നമുക്ക് മിനിമം 3 ക്വസ്റ്റ്യൻ എങ്കിലും ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. What is the normal pH of human blood? Human bloodന്റെ normal pH എന്ന് പറഞ്ഞാൽ 7.35 to 7.45 ആണ്. ഓക്കെ, അതായത് അപ്പൊ ഹ്യൂമൻ ബ്ലഡ് എന്താണ്? സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണ്. ഓക്കെ, സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണ് ഹ്യൂമൻ ബ്ലഡ്. കാരണം നമ്മുടെ pH ലെവൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? 7 അതായത് ന്യൂട്രലിൽ നിന്നും കുറച്ച് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. സോ സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ അത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാരണമാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ആൽക്കലൈൻ ചെറുതായിട്ടൊരു ആൽക്കലൈൻ നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബ്ലഡിന്റെ pH എപ്പോഴും എങ്ങനെ ഇരിക്കണം? 7.35 to 7.45 റേഞ്ചിൽ തന്നെ എപ്പോഴും ഇരിക്കണം. ഓക്കെ, അടുത്തത് വിച്ച് ഗ്യാസ് ഈസ് എക്സ്ഹേൽഡ് ഡ്യൂറിങ് റെസ്പിറേഷൻ? റെസ്പിറേഷൻ ടൈമിൽ എക്സ്ഹേൽ ചെയ്യുന്നത്, നമ്മൾ പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ് അല്ലെ. റെസ്പിറേഷൻ ടൈമിൽ പുറത്തേക്ക്. അപ്പൊ ഇത് കാണുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണോ RRBക്ക്? ഇതും ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ ടൈമിൽ ഓപ്ഷൻസ് കാണുമ്പോൾ പെട്ടെന്ന് എക്സ്ഹേൽ ആണോ ഇൻഹേൽ ആണോ എന്നുള്ള കൺഫ്യൂഷൻ വരും. എന്താണ് എക്സ്ഹേൽ, എന്താണ് ഇൻഹേൽ? അങ്ങനെ പല രീതിയിലായിരിക്കും നമുക്ക് ഡൗട്ടുകൾ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഏത് ഡൗട്ടാണ് വരാൻ പോകുന്നതെന്ന്. സോ ഒരു ക്വസ്റ്റ്യനും എന്തല്ല, ചെറുതല്ല. ഏതൊരു ക്വസ്റ്റ്യനും അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. സോറി, എനിക്കൊരു കോൾഡിന്റെ ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ. Okay, which gas is exhaled during respiration? റെസ്പിറേഷൻ ടൈമിൽ നമ്മൾ പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. അപ്പോൾ റെസ്പിറേഷനിൽ എന്താ സംഭവിക്കുന്നത്? ബോഡി ഓക്സിജൻ യൂസ് ചെയ്യും അല്ലെ.
ഓക്സിജൻ യൂസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യും. വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് റിലീസ് ചെയ്യുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജൻ ഇൻഹേൽ ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡിനെ എക്സ്ഹേൽ ചെയ്യും. ഓക്കെ, അടുത്തത് what is the basic unit of the human nervous system? ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ന്യൂറോൺ ആണ്. ന്യൂറോണിൽ നിന്നാണ് ഹ്യൂമൻ നെർവസ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് ന്യൂറോൺ എന്ന് പറയുന്നത്. ഈ ഒരു ന്യൂറോൺ ഇലക്ട്രിക്കൽ ആൻഡ് കെമിക്കൽ സിഗ്നൽസ് ബോഡി കംപ്ലീറ്റ് ആയിട്ട് ബോഡിക്ക് അകത്തുള്ള ഇലക്ട്രിക്കൽ സിഗ്നലും കെമിക്കൽ സിഗ്നലും ബോഡി ത്രൂ ഔട്ട് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണത് ആരാണ്? ന്യൂറോൺസ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യണത്. ഇലക്ട്രിക്കൽ സിഗ്നൽസും കെമിക്കൽ സിഗ്നൽസും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ന്യൂറോൺ ആണ്. ഓക്കെ, വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് കോൾഡ് ദ യൂണിവേഴ്സൽ ഡോണർ? യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് O ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ഓക്കെ, O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുക. O ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവ് ഇസ് ദ യൂണിവേഴ്സൽ ഡോണർ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ബ്ലഡ് ഗ്രൂപ്പിനെ നമുക്ക് ഏത് ബ്ലഡ് ഗ്രൂപ്പുമായിട്ടും ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറ്റും, മിക്സ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, AB പോസിറ്റീവ് ആണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. യൂണിവേഴ്സൽ ഡോണർ പഠിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ എന്തും പഠിക്കണം? യൂണിവേഴ്സൽ റെസിപ്പിയന്റും പഠിക്കണം. ഓക്കെ, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് വെച്ചാൽ AB പോസിറ്റീവ് ആണ്. അതായത് ഏത് ബ്ലഡ് ഗ്രൂപ്പിൽ നിന്ന് ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുന്നത് AB പോസിറ്റീവുകാർക്കാണ്. ഏത് ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റുന്നത് O നെഗറ്റീവുകാർക്കാണ്. അപ്പൊ നമ്മൾ പറയും O പോസിറ്റീവ് പറ്റില്ലെന്ന്. നെഗറ്റീവ് ഗ്രൂപ്പുകാർക്ക് O പോസിറ്റീവ് ബ്ലഡ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. O നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് നെഗറ്റീവിനും പോസിറ്റീവിനും എല്ലാ ഗ്രൂപ്പിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ പറ്റും. O പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്സിന് മാത്രമേ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്? ജീവന്റെ ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് സെല്ല്, കോശം എന്ന് പറയുന്നത് അല്ലെ. സെൽ എന്താണ്? സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ലൈഫിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് സെൽ എന്ന് പറയുന്നത്. ബേസിക് യൂണിറ്റ് ആണ് സെല്ല്. ഓക്കെ, ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി നോക്കി. വിച്ച് ഗ്യാസ് ഈസ് എക്സ്ഹേൽഡ് ഡ്യൂറിങ് റെസ്പിറേഷൻ? കാർബൺ ഡൈ ഓക്സൈഡ്. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ഹ്യൂമൻ ബോഡി? ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഓർഗൻ സ്കിൻ ആണ്. ഓക്കെ, ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഓർഗൻ എന്ന് പറയുന്നത് സ്കിൻ ആണ്. സ്കിൻ എന്താ ചെയ്യുന്നത്? ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആണ് അല്ലെ. നമ്മുടെ ബോഡിക്ക് ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യണത് ആരാണ്? സ്കിൻ ആണ്. സ്കിന്നിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചാൽ അതൊരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആണ്. അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? സ്കിൻ ആണ്. സ്കിൻ ആണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യണത്. ഓക്കെ അല്ലേ? അടുത്തത് വാട്ട് ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ കിഡ്നി? കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്താണ്? നെഫ്രോൺ ആണ് കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ്. നെഫ്രോൺസ് എന്താ ചെയ്യുന്നത്? ബ്ലഡിനെ ഫിൽട്ടർ ചെയ്തിട്ട് യൂറിന്റെ ഫോമിലേക്ക് മാറ്റുന്നത് നെഫ്രോൺസ് ആണ്. ഓക്കെ, ബ്ലഡിനെ ഫിൽട്ടർ ചെയ്തിട്ട് യൂറിന്റെ ഫോമിലേക്ക് മാറ്റുന്നത് നെഫ്രോൺസ് ആണ്. വിച്ച് ഹോർമോൺ റെഗുലേറ്റ്സ് ബ്ലഡ് ഷുഗർ ലെവൽസ്? ബ്ലഡ് ഷുഗർ ലെവൽ റെഗുലേറ്റ് ചെയ്യണത് ഏത് ഹോർമോൺ ആണ്? ഇൻസുലിൻ ആണ്. ഓക്കെ, ബ്ലഡ് ഷുഗർ ലെവൽ റെഗുലേറ്റ് ചെയ്യണത് ഇൻസുലിൻ ആണ്. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യണത് പാൻക്രിയാസ് ആണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ മാറ്റി വരും എന്നുള്ള കാര്യം മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്ലാന്റിന്റെ പാർട്ട് എന്ന് പറയുന്നത് ലീഫ് ആണ്. ഓക്കെ, ഇലകളിൽ കൂടെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഇലകളിൽ കാണുന്ന ഏത് ക്ലോറോഫിൽ ലീവ്സിലാണ് ക്ലോറോഫിൽ ഉള്ളത്. ഈ ക്ലോറോഫിൽ എന്താ ചെയ്യുന്നത്? സൺലൈറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഓക്കെ, ലീവ്സിൽ കാണുന്ന ക്ലോറോഫിൽ പച്ച കളറാണ് അല്ലെ. ക്ലോറോഫിൽ എന്ത് ചെയ്യും? സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അടുത്തത് വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി?
ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഓർഗൻ സ്കിൻ ആണ്. ലാർജസ്റ്റ് ഗ്ലാൻഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് ലിവർ ആണ് ലാർജസ്റ്റ് ഗ്ലാൻഡ്. ഓക്കെ, ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഗ്ലാൻഡ് ലിവർ ആണ്. ലിവർ എന്ന് പറഞ്ഞാൽ ലിവർ എന്താ ചെയ്യുന്നത്? മെറ്റബോളിസം ആൻഡ് ഡീടോക്സിഫിക്കേഷൻ, നമ്മുടെ ബോഡിയിലുള്ള ഡീടോക്സിഫിക്കേഷൻ, വിഷാംശങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വിഷാംശങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫിൽട്ടർ ചെയ്യാനും അതുപോലെ തന്നെ മെറ്റബോളിസത്തിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ലിവർ ആണ്. സോ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഗ്ലാൻഡും വളർന്നു വരുന്നത്, കട്ട് ചെയ്താൽ പിന്നെയും വളർന്നു വരുന്ന അവയവമാണ് ലിവർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നമ്മൾ നടത്തുന്നത്. കാരണം കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അവിടെ പുതിയ ലിവർ വളർന്നു വരും. ഓക്കെ, വിച്ച് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ എ വൈറസ്? വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസ് ഇൻഫ്ലുവൻസ. ഇൻഫ്ലുവൻസ വൈറസ് ഡിസീസ് ആണ്. ഇൻഫ്ലുവൻസ വൈറസ് ത്രൂ ആണ് ഇൻഫ്ലുവൻസ ഡിസീസ് ഉണ്ടാവുന്നത്. വാട്ട് ഈസ് ദ ഡെഫിഷ്യൻസി ഡിസീസ് ഓഫ് വൈറ്റമിൻ സി? വൈറ്റമിൻ സിയുടെ കുറവ് കാരണം ഉണ്ടാവുന്നത് സ്കർവി ആണ്. സ്കർവി ആണ് വൈറ്റമിൻ സി ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നത്. സ്കർവി എന്ന് പറഞ്ഞാല് നമ്മുടെ ബ്ലീഡിംഗ് ഗംസ്, പല്ലിനിടയിൽ കൂടെ നമുക്ക് ബ്ലഡ് വരുന്നത്, അതുപോലെ ഇമ്മ്യൂണിറ്റി വീക്ക് ആവുന്നത്, ഇതൊക്കെയാണ് സ്കർവി ഡിസീസിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയുമാണ് ക്വസ്റ്റ്യൻസ്. അടുത്തത്, വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ കൺട്രോൾസ് ബാലൻസ് ആൻഡ് കോർഡിനേഷൻ? ബാലൻസും കോർഡിനേഷനും കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ പാർട്ട് എന്ന് പറയുന്നത് സെറിബെല്ലം ആണ്. ഇപ്പൊ കഴിഞ്ഞ RRB ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ കൺട്രോൾസ് ബാലൻസ് ആൻഡ് കോർഡിനേഷൻ? ഓക്കെ, സെറിബെല്ലം ആണ് ബാലൻസും കോർഡിനേഷനും, ബോഡിയുടെ ബാലൻസും കോർഡിനേഷനും കൺട്രോൾ ചെയ്യണത് സെറിബെല്ലം ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ്? പ്ലേറ്റ്ലെറ്റ്സിന്റെ, ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ്സിന്റെ ഫംഗ്ഷൻ ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്. ഓക്കെ, ബ്ലഡ് ക്ലോട്ടിംഗ് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യും, അതായത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റ് ആണ്. അതുവഴി ബ്ലീഡിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, വിച്ച് വൈറ്റമിൻ ഈസ് നോൺ ആസ് ദ സൺഷൈൻ വൈറ്റമിൻ? ആ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം, സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. സൺലൈറ്റിൽ നിന്നും നമുക്ക് കിട്ടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പറയുന്ന വേറൊരു പേരാണ് സൺഷൈൻ വൈറ്റമിൻ. What is the smallest bone in the human body? ഹ്യൂമൻ ബോഡിയിലെ സ്മോളസ്റ്റ് ബോൺ ഏതാണ്? സ്റ്റേപ്പിസ് ആണ്. നമ്മുടെ ചെവിയിൽ കാണുന്ന സ്റ്റേപ്പിസ് ആണ് സ്മോളസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി. ഓക്കെ, അടുത്തത്, which part of the human brain controls involuntary actions like heartbeat and breathing? Involuntary ആക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യണത് മെഡുല്ല ഒബ്ലോങ്കട്ടയാണ്. ഓക്കെ, ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ്, ഇങ്ങനത്തെ ഇൻവോളണ്ടറി ആക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യണത് മെഡുല്ല ഒബ്ലോങ്കട്ടയാണ്. അതുപോലെ ഡൈജഷൻ, ഈ ഫങ്ഷൻസ് ഒക്കെ ആരാ കൺട്രോൾ ചെയ്യണത്? മെഡുല്ല ഒബ്ലോങ്കട്ട. ഓക്കെ, വാട്ട് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ്? WBC, നമ്മൾ RBCയുടെ പറഞ്ഞു ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ആണെന്ന്. WBCയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻസിനെതിരെ ഫൈറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്ന വലിയൊരു രോഗം, ഓക്കെ, അത് നമുക്ക് എങ്ങനെയാണ് കോസ് ചെയ്യണത്? WBCയുടെ അൺകൺട്രോൾഡ് ഗ്രോത്ത് ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കുറയുകയാണ് ചെയ്യണത്. അതുവഴി നമുക്ക് ഇൻഫെക്ഷൻസിനോട് ഫൈറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം റെഗുലേറ്റ് ചെയ്ത് പാത്തജൻസ്, പുറത്തുനിന്ന് വരുന്ന പാത്തജൻസിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് WBC എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ പറഞ്ഞ 25 ക്വസ്റ്റ്യൻസും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എല്ലാ RRB SSC എക്സാംസിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. പലതും മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്, പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇനി വരുന്ന എക്സാംസിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മിനിമം 3 ക്വസ്റ്റ്യൻസിലുള്ള ആൻസർ എങ്കിലും നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും എഴുതുന്ന ടൈമിൽ അതിനൊപ്പം തന്നെ ആ എക്സ്ട്രാ പോയിന്റ്സ് കൂടെ സൈഡിൽ നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു ഓൾമോസ്റ്റ് ബയോളജി എല്ലാ ഏരിയാസും കവർ ചെയ്തൊരു ഫീല് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും നാൾ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത എല്ലാവരും ഇനി അങ്ങോട്ടേക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ പോലെ തന്നെ ഈ വീഡിയോസ് യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്നവർക്ക് ഇതൊന്ന് ഷെയർ കൂടെ ചെയ്തു കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക്
45 ഡേ സ്റ്റഡി പ്ലാൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്തു പോവാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.